നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു റൺ സൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വാക്കിലും സെയിം റെഫറൻസ് ആണ് എടുത്തത്. അനിമേറ്റീവ് സർവേയിൽ കിറ്റ് എന്ന് പറഞ്ഞ ബുക്കിൽ അതേ റെഫറൻസ് ആണ് നമ്മൾ വാക്ക് സൈക്കിളിലും ചെയ്തപ്പോൾ എടുത്തത്. അപ്പോൾ ഇത് തന്നെ എടുക്കുക, കാരണം യൂണിവേഴ്സലായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നോർമലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും നമ്മൾ എന്താണ് അകലം പാലിക്കാറില്ല കാലിന്. കാരണം ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു എന്ത് റണ്ണായിട്ടാണ് നമുക്ക് തോന്നുന്നത്, ഒരു അത്ലറ്റ് റണ്ണ് പോലെയാണ് നമ്മൾ തോന്നുന്നത്. അപ്പൊ കാലിന്റെ അകലം ഇപ്പൊ തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല, ഇതൊരു അത്ലറ്റ് റണ്ണാണ്. അപ്പൊ നമ്മൾ കാല് സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയൊന്നും ഒരു ചാട്ടത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ബേസ് ആയിട്ട് റൺ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈപ്പ് റൺ സൈക്കിൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസൃതമായിട്ട് നമ്മുടെ ക്യാരക്ടറിന്റെ ബിഹേവിയർ അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആ സമയത്ത് എങ്ങനെയാണ് ഓടുന്നത്, ഭയങ്കര സ്പീഡിലാണോ, ഇതേ അത്ലറ്റ് റണ്ണാണോ. അപ്പൊ ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇതാണ്. ഈ സ്ട്രക്ചറാണ് നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ടും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ച സമയത്തും ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വ്യക്തമായിട്ട് ഇതിന്റെ പോസസ് അറിയാന്നുണ്ടെങ്കിൽ കാലിന്റെ അകലം നമ്മൾ സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും. ടൈപ്പ് ഓഫ് റൺ എന്ന് പറഞ്ഞ് ഒരു ബേസ് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് റൺ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വാക്കിൻ്റെതും അത് തന്നെ, സാഡ് വാക്ക് ആണെങ്കിലും ഹാപ്പി വാക്ക് ആണെങ്കിലും എക്സൈറ്റഡ് റൺ ആണെങ്കിലും എന്തായിരുന്നാലും ബേസ് സ്ട്രക്ചർ ഇതാണ്. അപ്പൊ ഈ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 3D മാക്സിലോട്ട് വരാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ലെയർ ഉണ്ട്. ഞാൻ ആ ലെയർ എടുത്തിട്ട് ഇത് രണ്ടും ഓൺ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ പോലെ ഈ സ്പിയറിനെ തൽക്കാലം ഇപ്പം ഓഫ് ചെയ്തു, ഇവിടെ ഇട്ടു. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ ഇതേപോലെ ഉണ്ട്, ഒരു കീ ഫ്രെയിംസും ഇല്ല, ഉറപ്പാണ്. ഇനി ഫസ്റ്റ് ഫ്രെയിം വയ്ക്കുക. ഇവിടെ നിന്നാണ് റണ്ണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടറും ഈ ക്യാരക്ടറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു ഏരിയയ്ക്ക് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓട്ടോ കീ ഫ്രെയിം ഓൺ ആക്കി ഫസ്റ്റ് പോസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ കാല് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്തിരിപ്പുണ്ട്, ഈ കാല് നല്ലവണ്ണം ബാക്കിലോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ റിഗ് എന്താണ്, റിഗ് നമുക്ക് എത്രത്തോളം പറ്റും അത് എത്രത്തോളം മാത്രം ചെയ്താൽ മതി. റിഗിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു, സ്വല്പം ഒന്ന് കറക്കി കൊടുക്കുന്നു, സ്വല്പം ഒന്ന് ബാക്കിലോട്ട്, ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ബാക്കിലോട്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഹിപ്പ് സ്വല്പം കൂടെ ബാക്കിലോട്ട് നല്ലവണ്ണം ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പം നമ്മൾ കണ്ട ഇതിങ്ങനെ ഒരു ഒടിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ കൺട്രോളറിന്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് 0 ആയി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം കാലിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് പക്കായിട്ട് സ്വല്പം ഒന്ന് മുകളിലേക്ക് ആക്കുക. ഇവിടെ നമുക്ക് സ്വല്പം മുകളിലോട്ട് വെച്ച് കൊടുക്കുക. കാല് ഇതേ കണക്ക് തന്നെ ഇരുന്നാൽ മതി. സെയിം പ്രോപ്പർട്ടി. താഴെ ഹിറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാ ആക്സിസിലും നോക്കണം. വാക്കിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ആക്സിസിലും നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതിനെ ഞാൻ സ്വല്പം കൂടെ ഇങ്ങോട്ട് നീക്കി. എല്ലാ കീ ഫ്രെയിമും സെലക്ട് ചെയ്യുക, എല്ലാ കൺട്രോൾസും സെലക്ട് ചെയ്യുക, കീബോർഡിൽ എസ് അടിക്കുക, സെലക്ട് ചെയ്യുക, ബാക്കി ഇത് സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് എസ് അടിക്കുക. നമുക്ക് 3 കൺട്രോൾസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈസിയാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് പോസ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോസും ഇതും തമ്മിൽ സിമിലർ തന്നെയാണ്, കാല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പക്കായിട്ട് നമുക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. കാല് കുറച്ച് ബാക്കിലോട്ട്, ഈ കാല് ഫ്രണ്ടിലോട്ട്. അപ്പോൾ മാക്സിമം സ്ട്രെച്ചാണ് രണ്ടും. ഇത് മാക്സിമം ബാക്കിലോട്ടും ഇത് മാക്സിമം ഫ്രണ്ടിലോട്ടും. അപ്പോൾ സ്വല്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്വല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി അടുത്ത പോസ് എന്ന് പറയുന്നത് ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ആസ് സെയിം നമ്മൾ എന്താണ് ഏതിൽ ചെയ്തത്, നമ്മൾ എന്താണ് വാക്കിൽ ചെയ്ത് അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 32ാമത്തെ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വേണ്ട. കാരണം എന്താണ്, അത് ഭയങ്കരമായിട്ട് ലാഗ് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 32ാമത്തെ ഫ്രെയിം ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യും, 28ാമത്തെ ഫ്രെയിമിൽ വല്ലതും ഇതിനൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എത്രത്തോളം സ്പീഡ് വേണം അത്രത്തോളം ഇതനുസൃതമായിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 30 ആക്കുക. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, 4 ആകുമ്പോൾ നമുക്കൊരു 28 ഇനഫാണ്. അപ്പോൾ 28 മതി. 32 നമുക്ക് മാറ്റി റണ്ണായപ്പോൾ നമ്മൾ എത്ര ആക്കി, 28 ഫ്രെയിം ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മിഡ് കീ ആണ്. ഓക്കെ, മിഡ് കീ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയിലിടാം, 28 അല്ലേ. അപ്പോൾ 28ന്റെ ഹാഫ് എത്രയാ, നമുക്ക് എത്രയിലിടാം, 14 സെലക്ട് ചെയ്യുക, നമ്മൾ എസ് അടിക്കുക. ഓക്കെ,
ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പോസും രണ്ടാമത്തെ എക്സ്ട്രീം പോസും മൂന്നാമത്തെ എക്സ്ട്രീം പോസും 3 ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം 30-ലിടണം. 30-ൽ ഇട്ട് കഴിഞ്ഞാൽ 15 വെച്ചിട്ട് 3 ഫ്രെയിം വെച്ചിട്ടണം. അതാരെന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഫ്രെയിംസ് കുറയ്ക്കാം. 4 വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം 30 ആക്കാം. 30 ആക്കിയിട്ട് ഇതിനെടുത്തിട്ട് 15 ആക്കാം. ഓക്കെ. അപ്പൊ ഇനി 3 ഫ്രെയിംസ് ആണ്. 4 എന്ന് പറഞ്ഞ കൗണ്ട് നമുക്കില്ല. ഇനി ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റ് ഫ്രെയിമിൻ്റെതും 3 കൺട്രോളും സെലക്ട് ചെയ്യുക. 1, ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് 2, ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് 3. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് പോസ് തന്നെയാണ് ലാസ്റ്റ് പോസിൽ നിന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്യണം. ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് അനക്കി നോക്കിയതാണ് പക്കയാണെന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ പക്കയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ ഓപ്പോസിറ്റ് ആക്കുക. സെയിം. കാരണം ഇത് കഴിയുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആവും. ഇത് ആ കാലം അങ്ങോട്ട് മാറുമ്പോൾ ഒബ്വിയസ്ലി ഈ കാലം എന്ത് ചെയ്യും, ഈ കാല് തിരിച്ചിങ്ങോട്ട് മാറും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇതിനെ ജസ്റ്റ് ബാക്കിലോട്ടാക്കുന്നു. ഈ കാലം എങ്ങനെയാണ് അതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. അതിനതാ റൊട്ടേറ്റ് ചെയ്യുക, സ്വല്പം കൂടെ റൊട്ടേറ്റ് ചെയ്യുക. പോൾ വെക്ടറിനെ ഓൺ ആക്കുക കേട്ടോ. പോൾ വെക്ടറിനെ ഓൺ ആക്കുക. കറക്റ്റായിട്ട് അത് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ കാല് ഇതാ ഇങ്ങോട്ട് വന്നു, ഇതാ ഇങ്ങോട്ട്. അപ്പോൾ ആ കാലം എന്ത് ചെയ്യും, അത് തിരിച്ച് അങ്ങോട്ട് പോകും. ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം അങ്ങോട്ട് നീക്കുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ആ കാലിനെ കറക്റ്റ് താഴെ കൊണ്ട് കുത്തി വയ്ക്കുക. അപ്പോൾ സ്ട്രെച്ച് നമുക്ക് വേണം. സ്ട്രെച്ച് ഇല്ലാതെ നമുക്കൊരു പരിപാടിയില്ല. നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ആ പോസ് ഫസ്റ്റ് ഫ്രെയിമിലെ പോലെ തന്നെ അത് എന്താണ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പോസിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോസും നല്ല ക്ഷമയോടുകൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അനിമേഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലിയും കഴിഞ്ഞു. ഇവിടെ ഞാൻ എല്ലാം 0 ആക്കി വെറുതെ ഒരു റൊട്ടേഷൻ മാത്രം വെച്ച് കൊടുക്കുക. സ്വല്പം ഇങ്ങോട്ട് നീക്കി, അതിനുശേഷം ഇങ്ങോട്ട് സ്വല്പം ഒന്ന് കറക്കി റൊട്ടേഷൻ ജസ്റ്റ് അങ്ങോട്ട് നീക്കി അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ കാല് നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്യുന്നു. നേരത്തെ പോലെ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് ബാക്കിലോട്ടിരിക്കുക. അവിടെ സെലക്ട് ചെയ്യുന്നു, സ്വല്പം കൂടെ ബാക്കിലോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നു. അതിനെ മാക്സിമം ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുക. സ്വല്പം കൂടെ ഒന്ന് ടോപ്പിലോട്ട് വെച്ചു. എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി വെച്ച് കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ പോസും ഈ പോസും തമ്മിൽ ഏകദേശം സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ. പക്കാ സെയിം തന്നെ ആയിരിക്കണം എന്നില്ല, കാരണം അത് ഓപ്പോസിറ്റ് പോസ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ലിഫ്റ്റിൻ്റെ ടോ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എല്ലാത്തിനും കീ ഫ്രെയിം ആയിട്ടുണ്ട്. 0, ദെൻ കംസ് 15, ദെൻ കംസ് 30. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു, ഹിറ്റ് ചെയ്തു, അവിടെ നിന്ന് എടുത്തു, ഈ ഒരു ഏരിയക്കകത്ത് വെച്ചു. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും ഏകദേശം കോമൺ ഇതിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് സ്വല്പം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. കാരണം എന്താണ്, ഒരു അടിയുണ്ട് നോക്കി, ടക്കൻ ഒരു അടിയുണ്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന്. കാരണം ഫസ്റ്റ് പോസും ലാസ്റ്റ് പോസും കറക്റ്റ് അല്ലെങ്കിലാണ് ഈ ഒരു അടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രെച്ച് കണ്ടോ, ആദ്യത്തിൽ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തിൽ ഇവിടെ സ്ട്രെച്ച് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുന്നു, ആദ്യത്തതും രണ്ടാമത്തതും. അപ്പോൾ ഈ കാല് മാത്രമായിരുന്നാലും മതി, അല്ലെങ്കിൽ ഇത് 2ഉം 3ഉം കൂടെ കോപ്പി ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, 30-ൽ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂ എൻ്റെ അത് കാണത്തില്ല. നോക്കിയേ, പെർഫെക്റ്റ്. ഓക്കെ. ആണെങ്കിൽ ഒരു പ്ലേ ബ്ലാസ്റ്റും കൂടെ നമുക്ക് അടിച്ചു നോക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഷ്യൂ വലുതായിട്ടില്ല. നമ്മുടെ 2 പ്രോസസ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത പോസാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോസ്. ഡൗൺ ആവുമ്പോൾ കാല് ബാക്കിലേക്ക് പോവുകയാണ്, നല്ലവണ്ണം ഡൗൺ ആവുമ്പോൾ. അപ്പോൾ ഹിപ്പ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തൽക്കാലം നമുക്ക് ഹിപ്പും കൂടെ നമുക്ക് ചെയ്ത് പോവാം. കാരണം നേരത്തെ പോലെ അത് നടക്കത്തില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, 3ാമത്തെ ഫ്രെയിമിൽ വെച്ചിട്ട് ഈ കാല് സ്വല്പം ഡൗൺ ആയി, ഇവിടെ സെലക്ട് ചെയ്തു, ഡൗൺ ആയി. ഓക്കെ. ഇവിടെ സ്വല്പം ഡൗൺ ആയി. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുക. നമ്മൾ ഫ്രണ്ട് വ്യൂയിലും കൂടെ ചെയ്ത് പക്കാക്കുക. സ്വല്പം കൂടെ ഫ്രണ്ടിലേക്ക് വരാം, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഹിപ്പ് ചെയ്യുന്നില്ല, വേണ്ട ഹിപ്പ് ചെയ്യണ്ട. ഹിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് ഈ കാലിങ്ങനെ വന്നു, അവിടെ നിന്ന് ഈ കാലിങ്ങനെ വെച്ചു, പിന്നെ എന്താണ് ഈ കാല് തന്നെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, 6-ലോട്ട് ഡ്രാഗ് ചെയ്യുക, സ്വല്പം ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. ആ ഒരു കോണ്ടാക്ട് നമ്മൾ കൃത്യം പറഞ്ഞു കൊടുക്കണം. ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിനെ സ്വല്പം ബാക്കിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഈ കാല് ഇങ്ങനെ വന്നു, പിന്നെ ഈ കാല് ഇങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, അതിനുശേഷം 6 എന്നുള്ളത് 9ാമത്തെ കീ ഫ്രെയിമിലായപ്പോൾ വീണ്ടും അത് സ്വല്പം
താഴേക്ക് തന്നെ വരിക. ഇവിടെ താഴെ വന്നിട്ട് സ്വല്പം ഒന്ന് ഇതിനെ ഒന്ന് പൊക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കാല് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് വന്നു. 12ാമത്തെ കീ ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം? 12ാമത്തെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എയറിലിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പോസ് നമുക്ക് ഒഴിവാക്കാം. 5ാമത്തെ പോസ് നമുക്ക് ഒഴിവാക്കാം. 1, 2, ഇതിലെല്ലാ പോസും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. 1, 2, അതായത് മെയിൻ പോസ് അതിൽ നിന്ന് താഴോട്ട് ഡൗൺ ആവുന്ന 2, പിന്നെ ഏതാണ് 3, 4, 5 പോസ് മതിയാവും. അപ്പോൾ ഒരു പോസ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കി കളയാം. ഈ ഒരു പോസും അല്ലെങ്കിൽ 2 പോസ് ഒഴിവാക്കാം. ഈ ഒരു പോസും നമുക്ക് ഒഴിവാക്കാം. പ്രോബ്ലം ഇല്ല. സോ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ടോപ്പിലേക്ക് എടുക്കുകയാണ് ഈ ഒരു ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഈ ഒരു ഏരിയക്കകത്തുനിന്ന് നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യണം. ആ പോസ് ഏതാണ് ശ്രദ്ധിക്കുക. ഇതാണ് ആ പോസ്, മാക്സിമം നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന പോസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട പോസ് എടുക്കാം, വേണ്ടാത്ത പോസ് നമുക്ക് ഒഴിവാക്കാം. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെടുത്തു, 2 എടുത്തു, അതുപോലെ തന്നെ 3 എടുത്തു, അതുപോലെ തന്നെ 4ാമത്തെ പോസ് എന്ന് പറഞ്ഞാൽ 4, 5. അപ്പം 1, 2, 3, 4 and 5 ഇത്രയും പോസാണ് ഞാൻ എടുത്തത്. 2 ഞാൻ ഒഴിവാക്കി കളഞ്ഞു. ഇനി വീണ്ടും ഞാനിവിടെ വന്നു. അതിനുശേഷം ഈ ഒരു ഏരിയക്കകത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടു, മാക്സിമം സ്ട്രെച്ചാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പോസിൽ. മാക്സിമം സ്ട്രെച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യാരക്ടറിനെ നമുക്ക് പിന്നെ ടോപ്പിലോട്ട് പൊക്കാം, എന്നാലേ വെയിറ്റ് വരുള്ളൂ. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, മാക്സിമം ആ കാലിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യുന്നു. ഈ ഒരു ഏരിയക്കകത്ത് എന്ത് ചെയ്യുന്നു? ഇത് ബാക്കിലോട്ടും അത് ഫ്രണ്ടിലോട്ടും ഇങ്ങനെ. ഓക്കെ, ഇത് ഫ്രണ്ടിലോട്ടും ഇത് ബാക്കിലോട്ടും. ഓക്കെ, ഇതിൽ സ്വല്പം കൂടെ ഒന്ന് അകലം പാലിക്കുക. സ്വല്പം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അകലം വലിച്ചു കൊടുക്കുക. ഇവിടെയും നമ്മൾ സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. മാക്സിമം സ്ട്രെച്ച്. ഓക്കെ, എന്ന് വെച്ചാൽ അത് ഒടിയാൻ പാടില്ല, മാക്സിമം സ്ട്രെച്ച്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാലിൻ്റെ ഒരു സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെ വരണമുണ്ട്. ഇതാണ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏരിയ. അതായത് ഓക്കെ, അപ്പോൾ കാലിൻ്റെ ആ ഒരു ഏരിയക്കകത്തുള്ള സംഭവം സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ലെഗും വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വരുന്നതും നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കാൽ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ആയിട്ട് പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മൾ ഫ്രണ്ട് വീലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇപ്പോഴേ ഞാൻ ക്ലിയർ ചെയ്ത് പോവാം. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വന്നു, വലിയ പ്രോബ്ലം ഇല്ല. ഈ കാലിങ്ങോട്ട് ഈ കാല് വരുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷന് ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് ലെഗാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് കോണ്ടാക്ട്. അപ്പോൾ കോണ്ടാക്ട് എയറിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. മിഡ് മൗസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇവനെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക, റൊട്ടേറ്റ് ചെയ്യുക, താഴെ കറക്റ്റായിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സ്വല്പം കൂടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക, മൂവ് ചെയ്യുക. കീ ഫ്രെയിം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് കീ ഫ്രെയിമിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ സെലക്ട് ചെയ്യുക, ഒന്നും കൂടി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു, ഡ്രാഗ് ചെയ്തു. എത്രാമത്തെ കീ ഫ്രെയിമിൽ? 18ാമത്തെ കീ ഫ്രെയിമിൽ ഇട്ട് കൊടുത്തു. 18ൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ റൊട്ടേറ്റ്, ദെൻ മൂവ്, കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല സ്പാൻ ചെയ്ത് സൂം ചെയ്തിട്ട് ആ പോസ് അവിടെ രജിസ്റ്റർ ആവണം എന്നുള്ള കാര്യം പക്കായിട്ട് ഉറപ്പാക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പോസിലോട്ട് പോവുള്ളൂ. പക്ക. ഓക്കെ, ഇനി ഇതിനെ കോപ്പി ചെയ്യുന്നു. നമ്മൾ 18 എന്നുള്ള 21ൽ വെക്കുന്നു. സ്വല്പം ബാക്കിലേക്ക് നീക്കുക. ഇവിടെ ബാക്കിലേക്ക് നീക്കുമ്പോൾ ചെറുതായിട്ടൊരു വെയിറ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കൊടുക്കാം, ഇതിലും കൊടുക്കാം. നമുക്ക് ഈ ഒരു ഏരിയക്കകത്ത് സ്വല്പം മൂവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഏരിയക്കകത്ത് നമുക്ക് സ്വല്പം ബാക്കിലോട്ട് പോയിട്ട് അവിടെയും നമുക്ക് സ്വല്പം ഒന്ന് ലിഫ്റ്റ് ഹീൽ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഏത് ആക്സിസിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ലിഫ്റ്റ് ഹീൽ ചെയ്ത് കൊടുക്കാം. ഏത് പോസിൽ വേണമെങ്കിലും നമുക്ക് ആ ലിഫ്റ്റ് ഹീൽ ചെയ്ത് കൊടുക്കാം. ഇനി സ്വല്പം കൂടെ മൂവ് ചെയ്തു, എന്ത് ചെയ്തു? ലിഫ്റ്റ് സ്വല്പം ടോ ലിഫ്റ്റ് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് സ്വല്പം കൂടെ ബാക്കിലേക്ക് വന്നു. അടുത്ത പോസാണ് നമ്മുടെ മെയിൻ പോസ്. ആ പോസ് 21ഉം 24. ഓക്കെ, 24. അടുത്ത പോസ് 20. ഇപ്പം നോക്കിയേ, പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. സ്മൂത്ത്നെസ്, ഇവിടുത്തെ ഒരു സ്പേസിങ്, ഇവിടെ നിന്ന് പുള്ളി വന്ന് ഡൗൺ ആയി, ഇവിടെ നിന്ന് വന്നു ഡൗൺ ആയി. അപ്പം നമുക്ക് ആ സ്പേസിങ് തെറ്റി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? സ്വല്പം ആ സ്പേസിങ് അവിടെ ഇട്ട് കൊടുക്കുക. 0, സ്വല്പം ബാക്കിലേക്ക് ആക്കുക. ഓക്കെ, ദെൻ സ്വല്പം കൂടെ ആ ഒരു കൺട്രോളറിൽ പിടിച്ചിട്ട് സ്വല്പം കൂടെ ഇങ്ങോട്ടാക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 0 അടിച്ചു കൊടുക്കുക. ഇത് ഇവിടെ നിന്ന് സ്മൂത്ത് ആയിരിക്കണം കാലെടുക്കുന്നത്. ഇവിടെ നിന്ന് എന്തോ ഒരു പിടുത്തമുള്ള കണക്ക് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് തെറ്റാണ്. എന്താണ്? സ്പേസിങ്. ആ സ്പേസിങ് പ്രോപ്പർ ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ എത്തിയിട്ട് 24.
24 എത്തുമ്പോൾ വീണ്ടും ഇതിനെ കോപ്പി ചെയ്ത് 24 ഇട്ട് കൊടുക്കുക. 24 സെലക്ട് ചെയ്യുക, സ്വല്പം ബാക്കിലേക്ക് ഡ്രാഗ് ചെയ്യുക, സ്വല്പം ഒന്ന് ടോ ലിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള 24 3 27 27 വരുമ്പോൾ മാക്സിമം ബാക്കിലേക്ക് ഈ പോസ് മാക്സിമം ബാക്കിലേക്ക് കാണാൻ പഠിക്കുക. പോസ് ചെയ്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യം. റിപ്പീറ്റഡ് പ്രാക്ടീസ്, അല്ലാതെ ഒരു പരിപാടിയും അനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നടക്കത്തില്ല. വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്താണെങ്കിൽ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും റീട്യൂൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പരിപാടി നടക്കില്ല. നമ്മൾ എക്സാക്ട് പോസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് വെക്കാതെ അനിമേഷൻ ചെയ്യുമ്പോൾ വേറൊരു പരിപാടിയും നമുക്ക് നടക്കത്തില്ല. സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുക, മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ബാക്കിലെ ആംഗിൾ നമ്മൾ സ്വല്പം കൂടെ ഒന്ന് ചരിച്ചു കൊടുക്കുക ഇങ്ങോട്ട്, എന്നിട്ട് സ്വല്പം ഡ്രാഗ് ചെയ്ത് മുകളിലോട്ടാക്കുക. ഓക്കെ, മാക്സിമം സ്ട്രെച്ച്. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ നല്ലോണം സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കാല് വന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മളെ പ്രോബ്ലംസ് എന്ന് അറിയാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ താഴെയുള്ള ഹിറ്റ് ചെയ്യുന്ന കാലിൻ്റെ ഏരിയ മാത്രമേ നമ്മൾ ശരിയാക്കിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയൊന്നും സ്മൂത്ത് അല്ല, കാരണം കാല് എടുത്ത് വയ്ക്കുന്നത് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് സ്മൂത്ത് ആവാത്തത്. കണ്ടോ, വെച്ചെടുത്തോണ്ട് പോണതൊക്കെ പക്ക, കാലിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഓക്കെ, രജിസ്റ്ററൊക്കെ ആവുന്നുണ്ട്, പ്രോബ്ലം ഇല്ല. അവൻ കറക്റ്റായിട്ട് ആ ഒരു സൈക്കിൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ലെഗിൽ നോക്കിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സ്വല്പം ഒരു പ്രശ്നമുള്ള എനിക്ക് തോന്നുന്നുണ്ട്. ലെഫ്റ്റ് ലെഗിൽ ഇതാണ്ടോ, കാരണം അത് ഇവിടെ നിന്ന് നമ്മളത് ഇവിടെ നിന്ന് തന്നെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രയും വേണ്ട, നമുക്കതിനെ എന്ത് ചെയ്യാം, 0 ആയി കൊടുക്കാം. താഴെ അത് പക്ക രജിസ്റ്റർ ആയിക്കോട്ടെ. സ്വല്പം കൂടെ ബാക്കിലോട്ട് കൊണ്ട് വെച്ചിട്ട് റൊട്ടേഷൻ ചെയ്തിട്ട് ആ ഒരു കാല് തറയിൽ രജിസ്റ്റർ പ്രോപ്പറായിട്ട് ആവണം. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഓക്കെ, വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ബാക്കിലാക്കാം, എന്നിട്ട് സ്വല്പം ഈ ഒരു ലിഫ്റ്റ് റോളിനെ സ്വല്പം ഒന്ന് ബാക്കിലാക്കാം. അപ്പോൾ രജിസ്ട്രേഷൻ എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കാല് സ്ലൈഡ് ചെയ്ത് ഇഴഞ്ഞു പോകുന്നൊരു ഫീല് നമുക്ക് വരും. ഇത് ഇവിടെ നിന്നേ ഇത് വേണ്ട, ഇവിടെ നമുക്കത് കുറയ്ക്കാം, അതാണ് രജിസ്ട്രേഷൻ കുറവ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് സ്വല്പം കൂടെ ട്രൈ ചെയ്താലും പ്രോബ്ലം ഇല്ല. ഓക്കെ, യെസ്. ഇപ്പോൾ ആ കാല് പോലെ തന്നെ ആ കാലിൽ ശ്രദ്ധിക്കുക, ആ കാല് രജിസ്റ്റർ ആവുന്ന പോലെ തന്നെ ഈ കാല് രജിസ്റ്റർ ആവുന്നുണ്ടെന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് ലെഗ് രജിസ്റ്റർ ആവുന്ന പോലെ തന്നെ ലെഫ്റ്റ് ലെഗ് രജിസ്റ്റർ ആവുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റും പക്ക രജിസ്റ്റർ ആവുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലാണ്, ഈ കാല് എടുത്തുകൊണ്ട് പോകണം. അത് ഷുഡ് ബി ആൻ ആർക്ക് ആൻഡ് ഫോളോ ത്രൂ. ഈ കാല് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ പോസിൽ നോക്കി കഴിഞ്ഞാൽ നല്ലവണ്ണം ബാക്കിലോട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. ഈ കാല് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് ബാക്കിലോട്ട് വരണുണ്ട്. സാധാരണ ഫോളോ ത്രൂ പോലെയാണ്. മൂന്നാമത്തെ ഫ്രെയിമിൽ സ്വല്പം ഇങ്ങോട്ട് വെക്കുക, നല്ലതായിട്ട് തിരിച്ചു കൊടുക്കുക. ഇതുണ്ടോ, നല്ലതായിട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു ഫോളോ ത്രൂ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്വല്പം താഴ്ത്തി കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം നോക്കിയാൽ ഇങ്ങനെ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. അതിനുശേഷം ആറാമത്തെ പോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആറാമത്തേലും ബാക്കിലോട്ട് തിരിച്ചു കൊടുക്കുക. സ്വല്പം കൂടെ ഒന്ന് ബാക്കിലോട്ട് തിരിച്ചു കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. അപ്പം ഔട്ട് ഓഫ് ബാലൻസ് ആവരുത് ക്യാരക്ടർ, അത് മാത്രം ശ്രദ്ധിക്കുക. ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് പോസ് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് ചരിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പോസ് നമുക്കൊന്ന് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം പ്രോപ്പറായിട്ട്, ഫസ്റ്റ് പോസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ ലാസ്റ്റ് പോസിലും അതിൻ്റെ ഒരു കോപ്പി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയായിട്ട് വരും, ജെർക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ നല്ലവണ്ണം തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോസ് ഇങ്ങനെ, അടുത്ത പോസ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്യുന്നു. 9ാമത്തെ പോസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോൾ വെക്ടറിനൊക്കെ ചെറിയ പ്രശ്നം വരും. വാക്ക് കണക്ക് അത്ര എളുപ്പമല്ല റണ്ണ് ചെയ്യുന്നത്. പോൾ വെക്ടർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോൾ വെക്ടർ നമ്മൾ കീ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. സെലക്ട് ചെയ്യുക, കറക്റ്റ് ഏരിയക്കകത്തോട്ട് വയ്ക്കുക, ഇതിനെ മൂവ് ചെയ്യുക, സ്വല്പം മൂവ് ചെയ്യുക, സ്വല്പം പോസ് പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ജസ്റ്റ് അതിനെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു, സ്വല്പം ഒന്ന് ഇങ്ങോട്ട് പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഒരു കാലെടുത്തിട്ട് ഇവിടെ അത്രയും റൊട്ടേഷൻ വേണ്ട. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ കുറച്ചാലും കുഴപ്പമില്ല, ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് സ്വല്പം തിരിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഫസ്റ്റ് പോസിൽ നിന്ന് സ്വല്പം ഇങ്ങോട്ട് വന്നു, സ്വല്പം ഡ്രാഗ് ചെയ്യുക ഫ്രണ്ടിലോട്ട്. അപ്പോൾ അവിടെ സ്പേസിങ് പ്രോപ്പർ ആവുള്ളതാണ്. ഇങ്ങനെ വന്നു, സ്വല്പം കൂടെ പിടിച്ച് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഡ്രാഗായി ഇവിടെ നിന്ന് വന്നു, ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ പോവുകയാണ്. സ്വല്പം ഡ്രാഗ് ചെയ്യുക, അവിടെ നിന്ന്
ഇതാ ഫ്രണ്ടിലേക്ക് വന്നു, അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, മാക്സിമം സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ച് മാക്സിമം സ്ട്രെച്ചാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ടോപ്പിൽ പിടിച്ച് മുകളിലോട്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. സ്ട്രെച്ച് ചെയ്ത ശേഷം ഇതാ ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഓക്കെ ചെറിയൊരു അടിയുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫ്രെയിമും ലാസ്റ്റ് ഫ്രെയിമും പ്രോപ്പർ അല്ല. കോപ്പി ചെയ്യുക, ലാസ്റ്റ് ഫ്രെയിമിൽ ഇട്ട് കൊടുക്കുക. ഇതിന് ഒരു പ്രാവശ്യം കൊണ്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓക്കെ അത്രയും സ്മൂത്ത് ആയെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, എന്നാലും ഏകദേശം അത് സ്മൂത്താണ്. ഓക്കെ, കാരണം നമ്മൾ ഫസ്റ്റ് റൗണ്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്കത് അതിൻ്റെ സ്പേസിങ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഏരിയക്കകത്താണ് എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ളത്. ഡൗൺ ആയിട്ട് പിന്നെ അവിടെ നിന്ന് ഇത് അപ്പാവുമ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വല്പം ഒന്ന് ഡൗൺ തന്നെ ആക്കി കൊടുക്കാം. ഇപ്പം നോക്കിയാൽ ഇതാ ഇവിടെ നിന്ന് ഇപ്പം അത് സ്മൂത്ത് ആയിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, ഡൗൺ അപ്പ് ഡൗൺ ഡൗൺ, അവിടെ ഒരു ആർക്കായി. ആർക്കിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ സ്വല്പം ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കാം. അപ്പോൾ പോൾ വെക്ടർ പ്രശ്നം കാണിക്കുന്നുണ്ട്, പോൾ വെക്ടറിൻ്റെ അടുത്ത് ജസ്റ്റ് ടോപ്പിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുത്ത് താഴേക്ക് വരുന്നു, ഇവിടെ നിന്ന് എടുക്കുന്നു, ഇത് താഴേക്ക് വരുന്നു, ഇവിടെ നിന്ന് എടുക്കുന്നു. ഈ ഏരിയ കറക്റ്റായിട്ട് ഈ ഒരു ഏരിയക്കകത്ത് ഇവിടെ ഡെപ്ത് കൊടുക്കുന്നു, ഇവിടെ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓക്കെ ഇപ്പോൾ ആ ഒരു ഏരിയക്കകത്ത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത കാലും, ഇപ്പം മറ്റേ കാല് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയേ പക്കായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്കത് ഈ കാലുണ്ടല്ലോ, ഈ കാല് നമുക്ക് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്യാം. ഈ കാല് നമുക്ക് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്കിതാ ഈ ഏരിയക്കകത്ത് സെയിം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോപ്പർട്ടിയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ എടുക്കുന്നു, ഇത് ഈ ഒരു ഏരിയ നമ്മൾ സ്വല്പം താഴ്ത്തി വെച്ച് കൊടുക്കുന്നു. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, സ്വല്പം താഴ്ത്തുക, ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ആ ഒരു പോസ് പിടിച്ച് താഴേട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, ഇതാ ഇങ്ങനെ വരുന്നു, താഴേക്ക് വരുന്നു, സ്വല്പം ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇത് ഫ്രണ്ട് പോസിൽ വരുമ്പോൾ ചിലപ്പോൾ അത് ഔട്ടായിരിക്കും, അതിനെ പിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഡൗൺ ആകുമ്പോൾ ഇവിടെ നിന്ന് ഡൗൺ, സ്വല്പം ബാക്ക്, ഡൗൺ ദെൻ ബാക്ക്, പിന്നെ ഏതാണ് 13 ഇവിടെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക, സ്വല്പം ബാക്കിലാക്കുക. പോൾ വെക്ടർ ഇവിടെ കിടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വാക്കിൻ്റെ അത്ര എളുപ്പമായിരിക്കത്തില്ല റണ്ണ് ചെയ്യുന്നത്. റണ്ണ് കുറച്ചും കൂടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും റണ്ണ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, ആ ഒരു ആർക്കിൽ ഇങ്ങനെ വരുന്നു, ബാക്കിൽ വരുന്നു, അവിടെ നിന്ന് സ്വല്പം താഴേക്ക് വയ്ക്കുന്നു, അത് മൂവ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ വരുന്നു, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, ബാക്കിലോട്ട് വരുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഏരിയക്കകത്ത് മാക്സിമം അപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള പോസ് ഇവിടെ വയ്ക്കുന്നു, സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് അതിന് ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പോസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോസ് നമുക്ക് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ട് ഒരുപാട് അപ്പ് വേണ്ട, അപ്പോൾ സ്വല്പം ഒന്ന് ഇങ്ങോട്ടാക്കുക. ഓക്കെ, ഇങ്ങനെ വന്നു ഈ ഒരു ഏരിയ. ഓക്കെ, ഇനി നമുക്കൊരു പ്ലേ ബ്ലാസ്റ്റ് അടിച്ചു നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെറുതായിട്ടൊരു ഇഷ്യൂ ഉള്ളതായിട്ട് കാണാം. ഓക്കെ, അത് നമുക്ക് ഫില്ല് ചെയ്യാം, നമുക്കത് കറക്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോസും അവസാനത്തെ പോസും തെറ്റാണ്, അതാണ് പ്രശ്നം. ഇത് മൂന്നും സെലക്ട് ചെയ്യുക, അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റിലത്തെ പോസ്റ്റിലായി കൊടുക്കുക. ഇനി ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇടയ്ക്ക് ഏതോ ഒരു കാല് ഇതാ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പോസിൽ ആ കാല് പക്കയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക, ഈ കാലിനെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് കോപ്പി ചെയ്ത് അവിടെ ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ ആ ഒരു ലാസ്റ്റ് പോസ് ഇതാ അവിടെ എന്തോ റൊട്ടേഷൻ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സ്ട്രെച്ചിൻ്റെ മിസ്റ്റേക്കാണ്. കണ്ടോ, സ്ട്രെച്ചിൻ്റെ അല്ല പോൾ വെക്ടറിൻ്റെതാണ്. കണ്ടോ, പോൾ വെക്ടർ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഫസ്റ്റ് പോസ് ഷുഡ് ബി ദ കോപ്പി ഓഫ് ലാസ്റ്റ് പോസ്, അതിനൊരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇപ്പം നോക്കിയാൽ ഇതാ കണ്ടോ പക്കായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കാലിൻ്റെ ചെറിയൊരു അടിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം സ്പേസിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. ഇതാ ഈ ഒരു സ്പേസിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്, കാലിങ്ങനെ എടുക്കുമ്പോഴുള്ള മിസ്റ്റേക്കാണ്. ഇവിടെ എന്തോ നല്ലോണം പിടിക്കുന്നുണ്ട് കാലിൽ. ഇതാ ഇവിടെ നിന്ന് ഫസ്റ്റ് പോസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ് നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം അങ്ങോട്ട് തള്ളാം. ഓക്കെ, അപ്പോൾ ആ സ്പേസിങ് പ്രോപ്പർ ആയിക്കോളും, സ്മൂത്ത് ആയിക്കോളും ആ ഏരിയ. ഇതും തമ്മിലുള്ള അകലം, അതാണ് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് വരെ ചെയ്യാം, പ്രോബ്ലം ഇല്ല. ഇതും തമ്മിലുള്ള അകലം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്താൽ വരെ അത് പക്ക ആയിക്കോളും. അപ്പോൾ അടുത്ത കാലിൽ നമുക്ക് സെയിം പ്രശ്നം കാണും. ആ ഒരു കാലിൻ്റെ ഏരിയക്കകത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാം. സെലക്ട് ചെയ്യുക,
ഏത് പോസാണ് വേണ്ടാത്തത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് വിടുക. ഈ കാലാണ് ഈ കാല് സെലക്ട് ചെയ്യുക, അതിനെ ഡിലീറ്റ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ അത് സ്മൂത്ത് ആയിക്കോളും. ഏത് ഏരിയക്കകത്താണ് നമുക്ക് വെക്കേണ്ടത് അത് പ്രോപ്പറായിട്ട് വെക്കുക, സ്വല്പം നീക്കുക, ആ ഒരു പോസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ സ്വല്പം കൂടെ ആ സ്പേസിങ് ബാക്കിലോട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സ്പേസിങ് പക്കായിരിക്കണം. ഇനി നമുക്ക് ഒന്നും കൂടെ പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം, കാല് ഫിനിഷ് ആയിട്ടുണ്ടോന്ന് നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ ഒന്നും കൂടെ പ്ലേ ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കാല് പ്രോപ്പറായിട്ടുണ്ടല്ലോ. ഇതാ ഓക്കെ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ സോൾവ് ചെയ്യാം. അതുപോലെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. ഇനി നമുക്ക് വേണ്ടത് കാലിൻ്റെ ഹിപ്പിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ. സോ ഇവിടെ ഫസ്റ്റ് പോസിൽ നമ്മൾ എസ് അടിക്കുന്നു, രണ്ടാമത്തെ പോസിൽ, മൂന്നാമത്തെ പോസിൽ ഏതാണ്, തേർഡാണ് നമ്മൾ ഡൗൺ പോസ്. ഇത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതാ കണ്ടോ, ഡൗൺ അപ്പ് ഡൗൺ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആർക്കായിരിക്കും, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു ആർക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺ, ഒൺലി സി ആക്സിസ് ഡൗൺ മാത്രം. ഡൗൺ അപ്പ് ആവുന്ന സമയത്ത് മാക്സിമം അപ്പാണ്, ഇതാണ് മാക്സിമം അപ്പ്. അപ്പം നമ്മൾ മൊത്തത്തിൽ അങ്ങ് അപ്പാക്കി കൊടുക്കുക. ഓക്കെ, ഡൗൺ അപ്പ്. ഓക്കെ, ഇതിൽ നമ്മൾ സാധാരണ ഇതിൻ്റെ കോപ്പി തന്നെ ആയിരിക്കും ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ 3നെ കോപ്പി ചെയ്യുക. നമ്മൾ എത്ര എടുക്കുക, 18 ഇട്ട് കൊടുക്കുക. ഓക്കെ, 18 ഈ 12നെ കോപ്പി ചെയ്ത് നമ്മളൊരു 25 ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ്. ഇത്രയും കഴിഞ്ഞു. നമ്മുടെ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള റൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ അടിച്ചു നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സംഭവം എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഫോളോ ത്രൂ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പം എക്സാക്ട് ആ ഒരു ടൈപ്പ് ഓഫ് റൺ ആണെന്നുണ്ടെങ്കിലും എന്താണ് വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതാണ് സാധാരണ അത്രയും എന്താണ് ഒരു എന്ത് റണ്ണാണ് ഞാൻ പറഞ്ഞത്, അത്ലറ്റ് റണ്ണാണെങ്കിൽ ഇപ്പം അത്രയും ഒരു അത്ലറ്റിക് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമലി റണ്ണ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അത്ലറ്റിക് റൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയക്കകത്ത് കൂടുതൽ വർക്ക് ചെയ്യുക. ഈ ഒരു ഏരിയക്കകത്ത് കൂടുതൽ വർക്ക് ചെയ്തിട്ട് മാക്സിമം സ്ട്രെച്ചും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. ഡൗൺ അപ്പ് ഈ ഒരു ഏരിയക്കകത്ത് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അപ്പ് കൊടുക്കാം. ഇങ്ങനെ അപ്പ് ഈ ഏരിയക്ക് സ്വല്പം കൂടെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും. മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടോപ്പിലോട്ട് അടിച്ചു കൊടുക്കുക. ഇത് 3 സെലക്ട് ചെയ്യുക, ടോപ്പിലോട്ട് അടിച്ചു കൊടുക്കുക. 3 കൺട്രോൾ, ഇതും ഈ കൺട്രോളും. എന്നിട്ട് സ്വല്പം കൂടെ മുകളിലോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടോ. അപ്പോൾ ആ ഒരു പവർ കൂടുതൽ കിട്ടും, ചാടുന്നതിൻ്റെ പവർ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വീണ്ടും വർക്ക് ചെയ്യാം. ഏതാണ് നമ്മളെ മെയിൻ ഏരിയ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം കൂടെ അപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നോക്കിക്കഴിഞ്ഞാൽ അതാ കുറച്ചും കൂടെ ഒരു ചാട്ടത്തിൻ്റെ ഒരു ഫീല് കുറച്ചും കൂടെ കിട്ടും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല, ആ ഒരു ചാട്ടത്തിൻ്റെ ഫീല് നമുക്ക് കൂടുതൽ കിട്ടും. ഇങ്ങനെ ആയിരിക്കും. അത് വേണമെങ്കിൽ അത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ആ ഒരു അത്ലറ്റിക് ഫീല് നമുക്ക് കിട്ടും, ആ ചാട്ടത്തിൻ്റെ ഒരു ഫീല് നമുക്ക് കൂടുതൽ കിട്ടും. വേണമെങ്കിൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ തന്നെ മതിയാവും. അപ്പ് ഡൗൺ. ഓക്കെ, ഇനി നമുക്ക് ഈ കാലിൻ്റെ ഇത് ഫിനിഷ് കുറച്ചും കൂടെ കൊണ്ടുവരാം. കാല് നല്ലോണം സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നല്ലോണം തിരിച്ചു കൊടുക്കുക. അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഫോളോ ത്രൂ കിട്ടും. ഇവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് എത്തി, ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ നല്ലതായിട്ട് ഫോളോ ത്രൂ കൊടുക്കുക. ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ, ഇവിടെ വരെ നമ്മൾ മാക്സിമം തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അതാകുമ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഫോളോ ത്രൂ കിട്ടും ഇവിടെ നിന്ന്. ഇതാ ഓക്കെ, അതുപോലെ തന്നെ ഇതാ എടുത്ത് പ്രോപ്പറായി. അതുപോലെ തന്നെ ഈ ഒരു ഏരിയക്കകത്തും അതുപോലെ തന്നെയാണ്. ഇവിടെ നിന്ന് താഴുന്ന സമയത്ത് മാക്സിമം ഇതിനെ പിടിച്ച് മാക്സിമം തിരിച്ചു കൊടുക്കുക. അത് ഓക്കെ, യെസ്, മാക്സിമം ഡൗൺ ആക്കുക. ഡൗൺ യെസ്, ഇപ്പം നോക്കി യെസ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ സ്വല്പം കൂടെ അങ്ങോട്ട് തിരിക്കുക. ഇവിടെ നിന്ന് എഴുത്തുന്ന സമയത്ത് മാക്സിമം സ്വല്പം കൂടി തിരിക്കുക. അതായത് എന്തായി പോയി, പോൾ വെക്ടറിൻ്റെ പ്രശ്നമാണ്. പോൾ വെക്ടർ സെലക്ട് ചെയ്യുക, പോസ് കറക്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കുക, കീ ഇടുക. യെസ്, ഇനി ഒരു പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. കുറച്ചും കൂടെ അതൊന്ന് വൃത്തിയായിട്ടുള്ളതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, ആ ഒരു ഫോളോ ത്രൂ പക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോസിൽ എനിക്കൊരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രെച്ച് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഓക്കെ, ഇനഫ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നമ്മളിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് 30 ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം തരക്കേടില്ലാത്തൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഈ ഒരു സ്ട്രെച്ച് ഇത് ഇവിടെ നിൽക്കണ്ട, സ്വല്പം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രെച്ചിൻ്റെ ആ ഒരു
ഫോളോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ഒന്ന് ബാക്കിലോട്ടായി കൊടുക്കും. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വരണം ഫിനിഷ് ചെയ്ത് പക്കായിട്ട് അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു മോഷൻ്റെ കൂട്ടത്തിൽ അത് ബ്ലെൻഡ് ചെയ്യിക്കാൻ വേണ്ടി അടുത്ത മോഷനും കൂടെ കൊണ്ടുവരിക. ഇവിടെ സെലക്ട് ചെയ്യാൻ ഞാൻ സ്വല്പം ഒന്ന് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ട് സ്വല്പം ഒന്ന് ബാക്കിലോട്ട് വരും. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് പക്ക ഐഡിയ കിട്ടും എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം. അതിപ്പോൾ ഞാൻ ഇങ്ങനെ എത്ര പറഞ്ഞു തന്നാലും അനിമേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തം ഒരു സ്വന്തം ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് ഇട്ട് ചെയ്യുക. എന്നാലേ ആ ഒരു പക്ക ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ. സെലക്ട് ചെയ്യുക, സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കുക. അപ്പോൾ നോക്കിയാൽ ഇതാ ഓക്കെ. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. ഒരുപാട് കാല് ഒടിയരുത്. ഇതിപ്പോൾ കാലിതാണ്ട ഇങ്ങനെ ഒടിഞ്ഞു. അപ്പോൾ പോൾ വെക്ടർ പിടിച്ചിട്ട് സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പോസ് അത് സൂട്ട് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. നമ്മുടെ റിഗിന് അത്രയും പറ്റത്തില്ല, ഉണ്ടോ? പറ്റത്തില്ലെങ്കിൽ അത്രയും നമ്മൾ അതിനെ പിടിച്ച് ചെയ്യരുത്. സ്വല്പം മൂവ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. ഇപ്പം നോക്കിയേ. ഇനി നമുക്കത് ആ പോൾ വെക്ടറിനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ടൊന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ട് സ്പിയറിനെ ഒന്ന് ഹൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ പ്ലേ ബ്ലാസ്റ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുക, ജസ്റ്റ് പ്ലേ ബ്ലാസ്റ്റ്, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ, പ്ലേ ബ്ലാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി അത് സ്മൂത്ത് ആയിട്ടുണ്ട്. കാലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആയതായിട്ട് നമുക്ക് കാണാം. എന്താ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കാല്. ലെഫ്റ്റിലേക്ക് നോക്കിയേ, കണ്ടോ? റൈറ്റിലേക്ക് നോക്കിയേ. ഇനി എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അത് നമുക്ക് അതും കൂടെ ഒന്ന് റേറ്റ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഡൗൺ, അപ്പ്. അതായത് ഈ ഒരു അപ്പ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അപ്പ് അത് നമ്മൾ ആർക്കായിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 3 then 6 അപ്പ് കുറച്ചും കൂടെ കൊടുക്കാനുണ്ട്. അവിടെ നമുക്കത് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. 9 should be more up. ഓക്കെ, then it should be more up. അവിടെയാണ് പ്രശ്നം, അപ്പ്. ഇനി ആ ഒരു ഫീല് കറക്റ്റായിട്ട് വരും. ഇതാ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് മുകളിലോട്ട് പൊങ്ങി, ഇവിടെ നിന്ന് താഴ്ന്നു, ഇവിടെ എത്തിയപ്പോൾ നല്ലവണ്ണം താഴ്ന്നു. ഓക്കെ, ഡൗൺ. അപ്പോൾ ഈ ഡൗൺ അത്രയും മതിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുന്ന അത്രയും പോരാ. അപ്പം ഞാൻ എന്ത് ചെയ്യും, 13 ഡൗൺ എടുത്തിട്ട് കോപ്പി ചെയ്ത് 3 ഇട്ട് കൊടുക്കും. അപ്പം ഇവിടെ നിന്ന് ഡൗൺ അപ്പ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗൺ ദെൻ അപ്പ്, സ്വല്പം മുകളിൽ. ഇതാണ് പ്രശ്നം. അപ്പ് ചെയ്യുമ്പോൾ മാക്സിമം മുകളിലോട്ട് അപ്പ് ചെയ്യുക. അപ്പ് ദെൻ അപ്പ്, this should be maximum up. ഓക്കെ, മാക്സിമം അപ്പ്. ഇപ്പം നോക്കി ഇവിടെ അപ്പ്. ഇത് സ്വല്പം കൂടെ മുകളിലോട്ട് ആവാനുണ്ട്. ആ ഒരു ഇഷ്യൂ അവിടെ പക്കയായിട്ട് കാണിക്കുകയും ചെയ്യുക. അപ്പം ചെയ്യുന്ന മാക്സിമം അപ്പ് ചെയ്യുക. ഓക്കെ, എന്നാലേ ആ ഒരു ഫിനിഷിങ് ഇവിടെ വരുള്ളൂ. ഓക്കെ, കാല് സ്വല്പം കൂടെ വേണമെങ്കിലും ബാക്കിലേക്ക് നീക്കാം. അത് കോപ്പി ചെയ്യുക. ഫസ്റ്റ് പോസ് ഷുഡ് ബി ദ ലാസ്റ്റ് പോസ്. എന്ത് ചെയ്യുക, ഫസ്റ്റ് പോസിനെ മൊത്തം സെലക്ട് ചെയ്യുക. 1 2 1 2 then 3 സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, 30 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ പ്ലേ ബ്ലാസ്റ്റ് അടിച്ചു. ഓക്കെ, കറക്റ്റ് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. കണ്ടോ, ഇപ്പം പക്ക ആയിട്ടുണ്ട്. കാലിൻ്റെ മൂവ്മെൻറ്റ് പക്ക ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൊട്ടേഷൻ കൂടെ വേണം. റൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ വെയിറ്റ് ഷിഫ്റ്റ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കാല് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാല് പക്കയായിട്ട് എല്ലാ സ്ഥലത്തും രജിസ്റ്റർ ആവണം. ഒരു സ്ഥലത്തും സ്ലൈഡ് ചെയ്യാൻ പാടില്ല കാല്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ഏരിയക്കകത്തും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം ഒന്നൊരു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തില്ലേ റൊട്ടേഷൻ, ഏത് കാലാണ് ആ കാലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, എസ് അടിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാലിൻ്റെ അതിലോട്ടൊന്ന് വെയിറ്റ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈൻ. എന്നിട്ട് ഇതിൻ്റെ ഹിപ്പ് കോപ്പി ചെയ്ത് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലും കൂടെ കിട്ടും. ഇതാ ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവുക. ഓക്കെ, മാക്സിമം സ്ട്രെച്ച് ചെയ്യേണ്ടടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയക്കകത്തെല്ലാം നമുക്ക് പക്കയായിട്ട് ആ ഒരു ഫ്ലോ വരണം. കാലിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ എടുത്തിട്ട് വെച്ച് വരുന്നൊരു ഫ്ലോ നമ്മൾ പക്കയായിട്ട് വരണം. ആ രണ്ട് സ്ഥലത്തും വെയിറ്റിൻ്റെ ആ ഒരു ഫീലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കൊണ്ടുവരിക. എത്രത്തോളം നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്യണമെന്നില്ല, പക്ഷേ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
കാലിവിടെ എത്തുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ഒന്നും കുഴപ്പമില്ല. അത് ഒരു ഫീല് കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഈ അപ്പ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള കാര്യത്തും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടോപ്പിലോട്ട് പൊങ്ങും തോറും, ഇങ്ങനെ പൊങ്ങും തോറും എന്താണ്, ആ ഒരു ഹിറ്റിന് പവർ കൂടുതലായിരിക്കും. കണ്ടോ, ഈ ഒരു ഹിറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ പവർ കൂടുതലായിരിക്കും. കണ്ടോ, ആ ഒരു പവർ കൂടുതലായി. ഇതും മെയിൻ പോസിൽ എത്തുന്ന സമയത്തുണ്ടോ, ഇതും നമ്മൾ എന്ത് ചെയ്യും, ഇത് ടോപ്പിലോട്ട് പൊങ്ങും തോറും ആ ഒരു ഹിറ്റിന്റെ പവർ കൂടുതലായിരിക്കും. ഒരുപാട് പിടിച്ചാൽ ചിലപ്പോൾ ക്യാരക്ടർ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ ക്യാരക്ടറിനനുസരിച്ച്, ഏത് ക്യാരക്ടറാണ് അതിനനുസരിച്ച്. ഇനി ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ക്വാളിറ്റി മാക്സിമം 200 പറ്റുള്ളൂ, 200 പറ്റുള്ളൂ. ഓക്കെ, സ്വല്പം കൂടെ ഒന്ന് നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു വെയിറ്റ് ഷിഫ്റ്റും അത് നമ്മൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, ആ കാലിൻ്റെ രജിസ്ട്രേഷൻ നോക്കുക കേട്ടോ. ഓരോ പോസും അതേപോലെ. ഇതിപ്പോൾ ഞാൻ നല്ല 30 എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പീഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടുക. ആ കാലിൻ്റെ ഫോളോ ത്രൂ നോക്കുക. ലെഫ്റ്റ് ലെഗും റൈറ്റ് ലെഗിൻ്റെ ഫോളോ ത്രൂ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള അടിയുമില്ല. അത്രയും സ്മൂത്ത് ആയിട്ട് അതിനെ വർക്ക് ചെയ്യുക. ഇതിപ്പം എന്താണ്, കാലും ഹിപ്പും മാത്രമേ ഈ ക്യാരക്ടറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അത് അത് മാത്രം എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ അതും ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ വെച്ച് മാത്രം നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വരണം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം.